പാണക്കാട് തറവാടിനെതിരെയൊക്കെ പറഞ്ഞ ഈ തഹ്ലിയെ ലീഗിന്റെ ഒരു മുഖമായിട്ട് പ്രദർശിപ്പിക്കുന്നതിലുള്ള എല്ലാ അസംതൃപ്തിയും ഈ അധികാരമോഹം എന്ന് പറയുന്ന ഒരു സാധനം തലയ്ക്ക് പിടിച്ചാൽ മറ്റേ സിനിമയിൽ പറയുന്ന പോലെ പിന്നെ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. അവരുടെ തന്നെ പാർട്ടിയിൽ ഒരു വലിയ നേതാവിനെ പറ്റിയാണ്, സമുന്നതനായ നേതാവിനെ പറ്റിയാണ്. ജി സുധാകരൻ ഒരു ഒറ്റയാനാവണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പാർട്ടി ക്ലാസ് എടുത്തു തന്ന ആളാ, ഞങ്ങളെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർട്ടി ക്ലാസ് എടുത്തു തന്ന വ്യക്തിയാണ്. പാർട്ടിക്ക് വിരുദ്ധപരമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചത്. നേതാക്കളിൽ എങ്ങനെ വിശ്വസിക്കണം? ഈ അധികാരം മാത്രമേ ഉള്ളൂ. ഒരേ റൂമിലിരുന്ന് മീറ്റിങ്ങുകൾ കൂടി ഒരേ സമരം നയിച്ച ആളുകളായിരിക്കാം. എന്നിട്ട് ആ ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഇവരെ ഇന്നയാളുടെ ഭാര്യയായിട്ടുള്ള ശ്യാമള ടീച്ചറെ എന്ന് പറയാണ്. എന്തുകൊണ്ട് ശ്രീകണ്ഠൻ എന്നുള്ള പാർലമെന്റ് മെമ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ ലോക്സഭാ മെമ്പർ ആയിട്ടുള്ള വ്യക്തിയുടെ ഭാര്യ മത്സരിക്കുന്നു എന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് വാർത്ത കൊടുക്കുന്നില്ല? തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നമ്മളിത് പലതരത്തിലുള്ള പൊട്ടിത്തെറികൾ എല്ലാ പ്രാവശ്യവും കാണുന്നതാണ്. എല്ലാ 5 വർഷവും കൂടുമ്പോൾ കാണാൻ പറ്റുന്നതാണ്. പക്ഷെ അതിനൊക്കെ വിഭിന്നമായിട്ട് ഈ അടുത്ത കാലങ്ങളിലെ തെരഞ്ഞെടുപ്പ് വളരെ എന്താ പറയാ, തെരഞ്ഞെടുപ്പിന്റെ ഒരു അജണ്ട അത് യഥാർത്ഥ ജനാധിപത്യം എന്നുള്ള ഒരു ആശയത്തിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു ആശയത്തിലേക്ക് ബോധപൂർവമാണോ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പം മരുമക്കൾ സംവിധാനം, മക്കൾ സംവിധാനം അല്ലെങ്കിൽ അധികാരം തുടങ്ങിയിട്ടുള്ള വാക്കുകളിലേക്കൊക്കെ പരിമിതപ്പെട്ടു, അല്ലെങ്കിൽ അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നുള്ളൊരു അജണ്ടയിലേക്ക് നീങ്ങിയെന്ന് തോന്നിയിട്ടില്ലേ? തീർച്ചയായും. കാരണം പ്രത്യേകിച്ച് ഇപ്പോ കഴിഞ്ഞ ദിവസം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നു, അതുപോലെ എല്ലാ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. ഇതിനു മുൻപും ശേഷവുമായിട്ട് കേരളം കണ്ടതിൽ നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ഈ ശീതൾ പറഞ്ഞ പോലെ തന്നെ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് അധികാരത്തിന് വേണ്ടിയുള്ള തല്ലും ബഹളവും ഒക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഇപ്രാവശ്യം കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കൂടി കാണുന്നുണ്ട്. വ്യത്യസ്തമായ തല്ലുകളാണോ? വ്യത്യസ്ത സ്നേഹത്തള്ളു പോലത്തെ തള്ളുകളും കാണുന്നുണ്ട്. ഇതില് പ്രധാനപ്പെട്ട ഒന്ന് എനിക്ക് തോന്നിയത് ഒന്ന് ലീഗിന്റെ കാര്യമാണ്. കാരണം ലീഗില് സാധാരണ ഇത്രയും പൊട്ടിത്തെറി ഉണ്ടാവാറില്ല. എപ്പോഴും തങ്ങൾ പറയുന്നതിന് അപ്പുറത്തേക്ക് പോവാത്ത പാർട്ടിയാണ് ലീഗ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഫാത്തിമ തഹ്ലിയയുടെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് വളരെ വിമർശനം. അതായത് ഒരു കാലത്ത് തങ്ങൾക്കെതിരെ പാണക്കാട് തറവാടിനെതിരെയൊക്കെ പറഞ്ഞ ഈ തഹ്ലിയെ ഇവരുടെ ലീഗിന്റെ ഒരു മുഖമായിട്ട് പ്രദർശിപ്പിക്കുന്നതിലുള്ള എല്ലാ അസംതൃപ്തിയും ലീഗ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സുധാകരനെ പോലെയുള്ളൊരു ലീഡർ KPCC പ്രസിഡന്റ് ആയിരുന്നു മുൻപ്. അതുപോലെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു ഇമേജ് ഉണ്ട്, അതിൽ നിന്ന് ഒന്നുമില്ലാത്ത ഒരാളായിട്ട് അദ്ദേഹം ഇപ്പോൾ മാറി. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഒന്നുമല്ലല്ലോ, നമുക്കൊരു നിലയും വിലയൊന്നും ഇല്ലല്ലോ. അപ്പൊ ആ അവസ്ഥയിലേക്ക് സുധാകരനെ മാറ്റിയിട്ടുണ്ട്. അതും ഈ കോൺഗ്രസിനകത്തുള്ള അധികാര കേന്ദ്രീകരണത്തിന്റെ ഭാഗമായി തന്നെയാണ്. അതായത് കോൺഗ്രസ് അഥവാ ജയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വരണം എന്നുള്ള തല്ല് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ. ഇതിന്റെ ഇടയിലേക്ക് ഒരാളെ കൂടി അവർ ആഗ്രഹിക്കുന്നില്ല. അതേസമയം ഒരാൾക്ക് മുഖ്യമന്ത്രി ആവണമെങ്കിൽ പരമാവധി MLA മാരുടെ സപ്പോർട്ട് വേണം. അതിനു വേണ്ടിയിട്ടാണ് VD സതീശനോട് താല്പര്യമുള്ളവരെ എല്ലാം മത്സരരംഗത്തേക്ക് ഇറക്കാൻ നോക്കുന്നത്, അതുപോലെ രമേശ് ചെന്നിത്തല ഇറക്കാൻ നോക്കുന്നത്. ഇതെല്ലാം കൊണ്ട് അവര് ഡൽഹിയിൽ എത്തുന്ന സമയത്ത് ഇവർ കൊടുത്ത ലിസ്റ്റ് എല്ലാം വെട്ടിമാറ്റിക്കൊണ്ട് KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇവർക്കൊക്കെയും ഒരു മുഖ്യമന്ത്രി സ്ഥാനം വേണം. അതിലേക്ക് ഉതകുന്ന രീതിയിലുള്ള MLA മാരെ, കൂട്ടാളികളെ തനിക്കൊപ്പം നിർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം. അതിന്റെ കൂടി ഭാഗമായിട്ട് തന്നെയാണ് സുധാകരൻ. കാരണം കണ്ണൂർ ഇപ്പൊ കയ്യിൽ നിന്ന് പോയിട്ട് നിൽക്കുകയാണ് കോൺഗ്രസിന്. ആ കണ്ണൂർ തിരിച്ചു പിടിക്കുന്ന സുധാകരൻ പറയുമ്പോൾ പോലും അദ്ദേഹത്തെ അടുപ്പിക്കാതിരിക്കാൻ നോക്കുന്നത്. അതായത് കോൺഗ്രസ് ജയിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് സ്ഥാനം വേണം, ഞങ്ങളുടെ റോള് അദ്ദേഹം കൊണ്ടുപോകരുത് എന്നുള്ള പോലത്തെ. അപ്പൊ ഇത്ര ഒരു പാർട്ടി പൊളിറ്റിക്സ് എന്നതിനേക്കാൾ വ്യക്തി കേന്ദ്രീകൃതമാകുന്നു രാഷ്ട്രീയം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അധികാരമോഹം എന്ന് പറയുന്ന ഒരു സാധനം തലയ്ക്ക് പിടിച്ചാൽ മറ്റേ സിനിമയിൽ പറയുന്ന പോലെ പിന്നെ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. കൂടെ ഇതുവരെ നിന്ന ആൾക്കാര്, അണികള്, പിന്നിൽ നിൽക്കുന്ന അനുയായികള്, നമ്മൾ ഇതുവരെ കെട്ടിപ്പടുത്ത ഒരു ആശയം, ഇതൊന്നും കാണാൻ പറ്റത്തില്ല എന്നുള്ളതാണ് കഴിഞ്ഞ നാളുകളിലും ഇപ്പം ഈ റീസെന്റ് ഇത്രയും ക്ലിയർ ആയിട്ട് കാണുന്നത്. ഇപ്പം K. സുധാകരനെ പോലുള്ള ഒരു നേതാവിന്റെ ഇമേജ് എന്താണ് ഇപ്പൊ സ്നേഹി പറഞ്ഞ റെഫറൻസ് നമ്മളൊന്നും അറിയിക്കുന്നില്ല, ആരും ഒന്നും പറയുന്നില്ല. അതിന് തൊട്ടുമുമ്പ് VD സതീശൻ വന്ന് പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് പറയുന്ന സ്റ്റേറ്റ്മെന്റ്, അദ്ദേഹം എന്താ എഴുതിയെന്ന് അദ്ദേഹത്തിനല്ല, അങ്ങനെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടോ എന്ന് അറിയത്തില്ല.
അതിനുശേഷം വാർത്തകൾ മറിഞ്ഞു വന്നപ്പോൾ പറഞ്ഞു അദ്ദേഹം ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. അവരുടെ തന്നെ പാർട്ടിയിൽ ഒരു വലിയ നേതാവിനെ പറ്റിയാണ്, സമുന്നതനായ നേതാവിനെ പറ്റിയാണ് ഈ പറയുന്നത്. എന്നിട്ട് പിന്നെ അതിൽ ഉണ്ടായിരിക്കണ ഫ്രസ്ട്രേഷനൊക്കെ അതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പൊ സുധാകരന്റെ കാര്യം പറയും, കെ സുധാകരനായിക്കോട്ടെ ജി സുധാകരനായിക്കോട്ടെ, രണ്ട് ആൾക്കാരുടെ കാര്യം എടുത്താൽ ഈ അധികാരമോഹം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് മനുഷ്യരുടെ മുമ്പിലേക്ക് വരികയാണ്. അത് ഏതൊരു സാധാരണ മനുഷ്യനും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതിനകത്ത് പാർട്ടിന്നോ ഇന്ന പാർട്ടി ഇന്ന ആശയമൊന്നുമില്ല. ഇത്രയും വയസ്സായിട്ടും ഇപ്പം നമ്മൾ ഒരു ഗവൺമെൻറ് ജോബിലാണെങ്കിലും ഒരു പ്രൈവറ്റ് ജോബിലാണെങ്കിലും ഒക്കെ ഒരു സമയമുണ്ട് റിട്ടയർ ചെയ്യാൻ, ഇറങ്ങിപ്പോരാൻ. ഈ പൊളിറ്റിക്സിന് അതില്ല, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അവരെ മുന്നോട്ട് നയിക്കുന്നത് ആ ഒരു പ്രായം മാത്രമല്ല, പക്ഷേ പ്രായത്തിൻ്റെതായ ഒരു പക്വത നേതാക്കന്മാർ കാണിക്കണം. നേതാക്കന്മാരാണ് അണികളെ നയിക്കേണ്ടത്, അവരാണ് ആ പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്തേണ്ടതെന്നാണ് നമ്മളൊക്കെ ഇതുവരെയും കരുതി പോന്നിട്ടുള്ളത്. അതുണ്ടാവണം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അവിടെ മിസ്സിങ് സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ നിഷ ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ജി സുധാകരന്റെ കാര്യം നിഷ ചേച്ചി പറഞ്ഞു. പക്ഷെ ജി സുധാകരന്റെ കാര്യത്തില് കെ സുധാകരന്റെ കാര്യം പോലെയല്ല. ജി സുധാകരനെ സംബന്ധിച്ച് ജി സുധാകരൻ ഒരു ഒറ്റയാനാവണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. പക്ഷെ പാർട്ടിയെ സംബന്ധിച്ച് CPM സംബന്ധിച്ച് നോക്കുമ്പോൾ CPM ഇത്രയധികം പരിഗണന കൊടുത്ത ഒരു നേതാവില്ല. അദ്ദേഹം വളരെ താഴെ തട്ടുന്ന, എൻ്റെ അറിവിൽ എന്താണ്, തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലത്തെ പ്രധാനിയായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ വ്യക്തിയാണ്. അവിടെ നിന്ന് മന്ത്രിയായിട്ടുണ്ട്. ഇനി എന്താണ് അദ്ദേഹത്തിന് വേണ്ടത് എന്നുള്ള കാര്യത്തില് അദ്ദേഹത്തിന്റെ ഒരു അധികാരത്തിനോടുള്ളൊരു മത്ത് തന്നെയാണ് ഇതെന്ന് മനസ്സിലായിട്ടുള്ളത്. പാർട്ടി പ്രവർത്തകർ തന്നെ, അവിടുത്തെ ആലപ്പുഴയിലെ പാർട്ടി പ്രവർത്തകരുടെ ക്ലിപ്പുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അവര് തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പാർട്ടി ക്ലാസ് എടുത്തു തന്ന ആളാണ്, ഞങ്ങളെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർട്ടി ക്ലാസ് എടുത്തു തന്ന വ്യക്തിയാണ്. ഇത്രയും എന്താണ് പാർട്ടിക്ക് വിരുദ്ധപരമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചത്. പാർട്ടിക്കെതിരെ ഒന്നും പറയില്ല, വേറൊരു പാർട്ടിയിലും ചേരില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി അടുത്ത് ചെയ്തത് എന്താണ്? പാർട്ടിക്കെതിരെ സ്വതന്ത്രനായി മത്സരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ പുള്ളി പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ തന്നെയും ഒരു വലിയ, ഈ പറഞ്ഞതും ചെയ്യുന്നതും ഒക്കെ തമ്മിലുള്ള ഭയങ്കര വൈരുദ്ധ്യമാണ്. നേതാക്കളിൽ എങ്ങനെ വിശ്വസിക്കണം? ഈ അധികാരം മാത്രമേ ഉള്ളൂ പാർട്ടിയിൽ, ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ എന്ന് ആൾക്കാർ ചിന്തിച്ചു പോകുന്നതിൽ തെറ്റു പറയാൻ പറ്റുമോ? ആളുകൾ ചിന്തിക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല. പക്ഷെ രാഷ്ട്രീയക്കാര് അധികാരമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ബോധം, ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അത് ഒരു പരിധിവരെ ശരി തന്നെയാണ്. കാരണം വളർന്നു വരുന്ന തലമുറ ചിന്തിക്കുന്നുണ്ടാവുക, മന്ത്രിയാവാൻ വേണ്ടിയിട്ടാണല്ലോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, അല്ലെങ്കിൽ MLA ആവാനാണ് രാഷ്ട്രീയം, അതിനുള്ള ചാലകമാണ് രാഷ്ട്രീയ പ്രവർത്തനം. അല്ല, അവിടെ അതാണ് തെറ്റ്. ഈ ഇത്തരത്തിലുള്ള ഏകപക്ഷീയ അല്ല ഏകാധിപതി ഉള്ള മനസ്സിൽ ആഗ്രഹമുള്ള വ്യക്തികള്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂട്ടമുള്ള ആളുകളാണ് കോൺഗ്രസ്സുകാർ. ആ കോൺഗ്രസ് നേതാക്കന്മാരെ എല്ലാവരും ചെയ്യുന്നത് എന്താ? ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ബോധപൂർവം പടർത്തുക എന്നുള്ളത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇതുപോലെ തന്നെയാണ് കണ്ണൂർ TK ഗോവിന്ദന്റെയും പ്രശ്നം എന്നാണ്. കാരണം ഇത്രയധികം കാലം പാർട്ടിയെ മുൻനിരയിൽ നിന്ന് നയിച്ചൊരു നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പാർട്ടിയോട് തിരിച്ചു കാണിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കാൻ വേണ്ടി തയ്യാറായില്ല. ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് ഇത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഘട്ടത്തിൽ നേരെ തിരിഞ്ഞു ഒത്തുന്ന രീതിയിലേക്ക് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MLA ആയിട്ടുള്ള മിനിസ്റ്റർ ആയിരുന്ന, അതിൽ നിന്ന് സെക്രട്ടറി ആവുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം രാജിവെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ആളുടെ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇവർക്കൊപ്പം പാർട്ടിയുടെ ഭാഗമായി ഇത്രയും സമരങ്ങൾ നയിച്ചൊരു വ്യക്തിയെ അതെ ഒരേ റൂമിലിരുന്ന് മീറ്റിങ്ങുകൾ കൂടി ഒരേ സമരം നയിച്ച ആളുകളായിരിക്കാം. എന്നിട്ട് ആ ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഇവരെ ഇന്നയാളുടെ ഭാര്യയായിട്ടുള്ള ശ്യാമള ടീച്ചറെ മത്സരിപ്പിക്കുന്നത് എന്ന് പറയാണ്. അതേസമയം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വ്യക്തിക്കും അയാൾ ഇതുവരെ ചെയ്തതിന്റെ റിസൾട്ടായിട്ട് കിട്ടിയ ആ ഒരു മെറിറ്റ് ഒരിക്കലും അയാളുടെ ഒപ്പമുള്ള അല്ലെങ്കിൽ അവരുടെ കുടുംബ അംഗങ്ങളുമായി ബന്ധപ്പെടുത്തി മാത്രം പറഞ്ഞു പോരുത് എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് മാധ്യമങ്ങളുടെ അവസ്ഥയും. ഇപ്പോ ശ്രീകണ്ഠന്റെ ഭാര്യയാണ് K തുളസി. ഇപ്രാവശ്യം മത്സരിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ശ്രീകണ്ഠൻ എന്നുള്ള പാർലമെന്റ് മെമ്പറായിട്ടുള്ള അല്ലെങ്കിൽ ലോക്സഭാ മെമ്പറായിട്ടുള്ള വ്യക്തിയുടെ ഭാര്യ മത്സരിക്കുന്നു എന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് വാർത്ത കൊടുക്കുന്നില്ല? CPM-നെ ഏതൊക്കെ രീതിയിൽ കടന്നാക്രമിക്കാം എന്നുള്ള ചിന്ത മാത്രമാണ് ഈ പറയുന്ന വലദോഷത്തിനും അവരെ പാലൂട്ടി വളർത്തുന്ന ഈ മാധ്യമങ്ങൾക്കുള്ളത് എന്നുള്ളതാണ്. ഈ അധികാരത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ എഗെയിൻ ഇപ്പൊ നമ്മൾ പറയില്ലേ, മറ്റേ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അധികാരത്തിന്റെ കാര്യത്തിൽ. അതിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു പാർട്ടിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് രാഖി രാമാനം ഭീഷണിപ്പെടുത്തിയും
ഭീഷണി ഫലിക്കാതെ വരുമ്പോഴൊക്കെ അത്രയും കാലം ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരു പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഐഡിയോളജിയിൽ, പാർട്ടി പോട്ടെ, ഒരു ഐഡിയോളജിയിൽ നിന്നും ഷിഫ്റ്റ് ആവുന്നത് അതെങ്ങനെ സാധിക്കുന്നു? എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ? അവർക്ക് അത്രമാത്രം ഐഡിയോളജിയോട് ഉണ്ടായിരുന്നുള്ളൂ. അതാണ് എന്താണ് അവർക്ക് അവരുടെ ഫോക്കസ്? അധികാരമാണ്. ഈ അധികാരം അതെ, അത് ഞാൻ നിശ്ചയിച്ച് പറഞ്ഞതിനൊപ്പം പറയുന്നത് ഈ ടി കെ ഗോവിന്ദന്റെ അവസ്ഥയാണെങ്കിലും സ്വന്തം കുടുംബത്തില് ഇതേപോലുള്ള ഇതിന്റെ എല്ലാ ഗുണഫലങ്ങളും അനുഭവിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഈ പരിയാരം മെഡിക്കൽ കോളേജിന്റെ ചെയർമാൻ ആയിരുന്നു, ക്ലീസൺ സെറാമിക്സിന്റെ ചെയർമാൻ ആയിരുന്നു, അതുപോലെ ഹാൻഡ് വീവിംഗിന്റെ ചെയർമാൻ ആയിരുന്നു. ഇതൊക്കെ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് പാർട്ടി മെമ്പർ ആയതുകൊണ്ടും ഇത്തരത്തില് ജില്ലയിലെ തന്നെ മികച്ച ഒരു നേതൃപാഠത്തിന്റെ അല്ലെ അത്തരത്തിലുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. ഇതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള പി കെ രമണിക്കും രണ്ട് പ്രാവശ്യം, ഒരു പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും പിന്നീട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ടും ജനങ്ങളെ സേവിക്കാനുള്ള അവസരം പാർട്ടി നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കിട്ടിയത് ഒരു കുടുംബത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത്തരത്തിലുള്ള സ്ഥാനം പാർട്ടി നൽകിയത് എന്ന് എല്ലാം വിസ്മരിക്കുകയാണ്. അപ്പുറത്തെ ഭാഗത്തു നിന്ന് എന്തൊക്കെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക. അതേസമയം ഇദ്ദേഹം ഇപ്പോ സ്വതന്ത്രനായി മത്സരിക്കും എന്നാണ് പറയുന്നത്. അപ്പോ ഇതിന് ഓഫ്കോഴ്സ് സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് ഈ പറയുന്ന വലതുപക്ഷക്കാരായിരിക്കും. അപ്പോ ഇതിനകത്ത് വരുന്ന CPM-നകത്ത് വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും കാത്തിരിക്കുന്നതും അതിന് കൂടുതൽ മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതും ഈ പറയുന്ന വലതുപക്ഷമാണ് എന്നുള്ളത് വിസ്മരിക്കുകയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള നേതൃത്വം. പക്ഷേ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴും CPM-ന്റെ ഒരു പോസിറ്റീവ് കാര്യം ഞാൻ പറയാം, ഇത്തരത്തിലുള്ള വ്യക്തികളുണ്ട്, അധികാരത്തോട് ഭ്രാന്തുള്ള വ്യക്തികളാണ് എന്തൊക്കെ പറഞ്ഞാലും. ഈ പറഞ്ഞ പോലെ അവർക്ക് ആശയത്തോട് എത്രമാത്രം കൂറ് എന്നുള്ളത് അവർക്ക് വ്യക്തികളാണ്. അപ്പൊ അവർക്ക് ഇത്തരത്തിലുള്ള ചില വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഇതിനൊക്കെ എന്താ പറയാ, ഇതിനെയെല്ലാം നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കേഡർ സിസ്റ്റം CPM-നുണ്ട്. മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കണ്ടില്ല എന്ന് ഒരിക്കലും വെക്കരുത്. കോൺഗ്രസിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. അതിന്റെ ഏറ്റവും ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ കൽപ്പറ്റയിലെ MLA ആയിരുന്ന ശശീന്ദ്രൻ, അദ്ദേഹത്തിന് താല്പര്യമില്ല ഇനിയും മത്സരിക്കണമെന്നതിനോട് അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സാധാരണപ്പെട്ട, എന്താ പറയാ, എല്ലാവർക്കും ഒരാൾക്ക് പോലും അനിഷ്ടമില്ലാത്തൊരു നേതാവാണ്, അനിഷ്ടമില്ലാത്തൊരു രാഷ്ട്രീയക്കാരനാണ്, എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയക്കാരനാണ്. ഈ പാർട്ടിക്ക് വേണ്ടി ഒരു കൈ പോലും ഇല്ലാത്ത മനുഷ്യനാണ് പി ജയരാജൻ. അദ്ദേഹത്തിനും മത്സരിക്കണം എന്നുള്ള ഒരു ആഗ്രഹമില്ല. കാരണം അത്തരത്തിലുള്ള ആളുകളുണ്ട് പാർട്ടിക്കകത്ത്. കേളു അദ്ദേഹത്തിന് ഇതേപോലെ M സ്വരാജ് അദ്ദേഹം അങ്ങോട്ട് പറയുന്നു എന്നെ മത്സരിപ്പിക്കരുത്. അപ്പം ഇത്തരത്തിലുള്ള ഒരു എന്താ പറയാ, CPM-ന്റെ അത്തരത്തിലുള്ള ഒരു വിഭാഗം ആൾക്കാർ അതിലും ഉണ്ട്. ഒരു വിഭാഗമല്ല, ഭൂരിഭാഗവും CPM ആശയത്തോടെ എടുത്തു കാണിക്കാൻ അങ്ങനെ ഒരു സംവിധാനം ഉള്ളത്. അതെ, 1-2 പേര് അവരുടെ സ്വഭാവത്തിന്റെ പ്രശ്നം കാരണം അവര് പോയി എന്നല്ലാതെ CPM-ന് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ ഉള്ളിലൊരു പൊട്ടിത്തെറി, മാധ്യമങ്ങൾ പറയുന്ന പോലത്തെ ഒരു പൊട്ടിത്തെറി, ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടെങ്കിലും അത് സോൾവ് ചെയ്ത് പോകാൻ ഈ കേഡർ സിസ്റ്റത്തിന് പറ്റുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതാണ് വീഴ്ച. കാരണം അവിടെ നമുക്ക് ഇപ്പൊ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് എപ്പോഴാണോ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നത് അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഞങ്ങൾ പുറത്തു വിടുന്നു പറയുന്ന VD സതീശനോട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും പുറത്ത് വിട്ടില്ലല്ലോ ചോദിക്കുമ്പോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകുന്ന മാധ്യമങ്ങളോട് പറഞ്ഞു. ആരുടെ ക്രെഡിബിലിറ്റിയാണ് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതേസമയം ഇതില് സ്ഥാനാർത്ഥി പട്ടിക വരുന്നില്ല. ഇത് നമ്മൾ ആരോടാണ് ചോദിക്കുക എന്നുള്ള സംശയം നമുക്കുണ്ട്. കാരണം VD സതീശനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നട്ട മുളയ്ക്കാത്ത നുളകള് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതേസമയം രമേശ് ചെന്നിത്തലയോട് ചോദിച്ചാൽ അദ്ദേഹം നാട്ടില് സ്ഥാനാർത്ഥിയായി ഇപ്പോഴേ സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ KC വേണുഗോപാലിനോട് ചോദിക്കുക, അദ്ദേഹം നാട്ടിലേ ഇല്ല. അപ്പൊ ഇതിലെ പ്രശ്നം എന്ന് പറയുന്നത് ഈ നേതൃത്വം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് സെക്രട്ടറിമാരും ഒരുപാട് പ്രസിഡന്റുമാരും ഉള്ള ഈ സംവിധാനത്തിനകത്ത് ആരോടാണ് ചോദിക്കുക, ആരാണ് ഇതിൽ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഉത്തരം നൽകുന്നത് എന്നുള്ള സംശയം സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർക്ക് പോലും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ സ്നേഹ പറഞ്ഞ പോലെ തന്നെ, സ്നേഹ പറഞ്ഞു നിർത്തിയത് വളരെ വലിയൊരു പോയിന്റ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതാണ്. അതായത് കോൺഗ്രസിനകത്ത് ഇങ്ങനെ ഒരു പരിഹാരം ഇല്ല. ആര് പരിഹാരം പറയും? എല്ലാതും പൊട്ടിത്തെറി. ഇപ്പം K. സുധാകരന് മുഖ്യമന്ത്രിയാവണം. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടി ഒന്നുമല്ല. അദ്ദേഹത്തിന്റെ ശത്രു പിണറായി കമ്മ്യൂണിസ്റ്റുകാരാണ്. അദ്ദേഹത്തിനെ ഇപ്പൊ മുഖ്യമന്ത്രി BJP ആക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ BJP-യിലേക്കും ചാടും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം. പിന്നെ VD സതീശന് മുഖ്യമന്ത്രിയാവണം. പക്ഷെ അദ്ദേഹം എന്താ പറയാ, ഒരു കോൺഗ്രസ് ഒരു ടീം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അത് സാധിക്കുന്നില്ല. അദ്ദേഹം അതിൽ നിസ്സഹായനാണ്. KC വേണുഗോപാലിനെ
നിലവിലിപ്പോ ഹൈക്കമാൻഡായിട്ട് നല്ല പിടിപാടുള്ള വ്യക്തിയാണ് കെ സി വേണുഗോപാൽ. കെ സി വേണുഗോപാലിന് മുഖ്യമന്ത്രിയാണ്, രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാണ്. അപ്പൊ ഇവർക്കൊക്കെ മുഖ്യമന്ത്രിമാരാവണം. ഇനി അതിനിടയില് ചാണ്ടിയുമ്മന്റെ വക ഒരു കത്ത്, എന്റെ പെങ്ങളെ ഇലക്ഷന് നിർത്തിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ട്. അങ്ങനെ ഒരുപാട് പേരെന്നെ എല്ലാവർക്കും MLA ആവാൻ പറ്റുമോ? ആകെ എത്ര സീറ്റുള്ളത്? അപ്പൊ പക്ഷേ അതേസമയം തന്നെ കമ്മ്യൂണിസ്റ്റിനകത്ത് അല്ലെങ്കിൽ CPM-നകത്ത് ഇതിനൊരു പരിഹാരമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സംഭവം ഒരിക്കലും CPM-നകത്ത് നടക്കില്ല എന്നുള്ളത് ജനങ്ങൾക്കും നല്ല ബോധ്യമുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നു. ഏറ്റവും സേഫ് ആയിട്ടുള്ള സീറ്റുകളിലാണ് ഇവരൊക്കെ നിൽക്കുന്നത്. എന്തായത് ഇവരുടെ നേതാക്കന്മാരെല്ലാം സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. ഒരിക്കലും ഒരു എന്താ പറയാ മറ്റൊരു സ്ഥലത്ത് ഇപ്പൊ തൃത്താല തിരിച്ചു പഠിക്കാൻ അവിടെ VT ബലറാമിനെ തന്നെ നിർത്തണുള്ളൂ, വേറൊരു നേതാവിനെ കൊണ്ടുവരണില്ല. VT ബലറാം അവിടെ തോറ്റു. അപ്പൊ പിന്നെ MP രാജേഷിന്റെ വളരെ എന്താ പറയാ പ്രശംസനീയമായിട്ടുള്ള പ്രവർത്തനമാണ്. ഉറപ്പായിട്ടും CPM തുടർഭരണം ഉറപ്പിച്ചിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാ. അവിടെ അപ്പൊ വേറൊരാളെ നിർത്താൻ അവര് തുനിയുന്നില്ല. ഭരണം തിരിച്ചു പിടിക്കണം അവർക്ക് ആഗ്രഹമില്ല. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ കാര്യം തന്നെ നോക്കാം. മലപ്പുറത്തേക്ക് മാറ്റി ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലത്തു നിന്നാണ് വേങ്ങരയെന്ന് എടുത്തിട്ട് കുഞ്ഞാലിക്കുട്ടീനെ മാറ്റണം, അല്ലാതെ കുറച്ച് ടഫ് ഉള്ള സ്ഥലത്തേക്ക് മാറ്റുന്നില്ല. നേരെ മറിച്ച് CPM-നകത്ത് അങ്ങനെയല്ല. പേരാവൂർ പിടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് CPM മുന്നിൽ വയ്ക്കുന്നത് ശൈലജ ടീച്ചറെ പോലെ ജനകീയമായിട്ടുള്ള ഒരു നേതാവ്. വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അത് വിമർശനം ഉയരുന്നതല്ല, അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ ഈ പാർട്ടിക്ക് പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇപ്പൊ പറവൂര് ടൈസൺ മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ഏറ്റവും ഭയങ്കര ജനകീയനായിട്ടുള്ള നേതാവ്. കൊടുങ്ങല്ലൂർ ഭാഗത്ത് പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖലകളിൽ, തൃശ്ശൂരിന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു നേതാക്കളിൽ ഒരാളാണ് ടൈസൺ മാസ്റ്റർ. ടൈസൺ മാസ്റ്ററിനെ വെച്ചിട്ടാണ് പറവൂര് ഇത്തരത്തിലുള്ള ഒരു കളം പിടിക്കാൻ ഒരുങ്ങിയിട്ട് ഇരിക്കുന്നത്. പറവൂര് ടഫായി തുടങ്ങി. അപ്പൊ അതുകൊണ്ടാണ്, അതായത് നിലവിൽ അവർക്ക് സേഫ് ആയിട്ടുള്ള മണ്ഡലങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ ഏറ്റവും കരുത്തുറ്റ സ്ഥാനാർത്ഥികളെ പറഞ്ഞയക്കുന്നു എന്നുള്ളത് CPM-ന് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം അതൊരു ശ്രമമാണ്. കാരണം ഇത് ഓൾറെഡി ഞങ്ങൾ സേഫ് ആക്കി വെച്ചു കഴിഞ്ഞു, ഇനി നിങ്ങളുടെ സേഫ് മണ്ഡലങ്ങൾ കൂടി ഞങ്ങൾ പിടിച്ചെടുക്കും എന്നുള്ള പോലത്തെ ഒരു ശ്രമമാണ് അത്. ഇപ്പം നേതാക്കളെ ധിക്കരിച്ച്, അതായത് ഹൈക്കമാൻഡ് എന്നുള്ള സെൻസിൽ പറയുവാണെങ്കിൽ ഏറ്റവും ലെവലിൽ ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരെ ധിക്കരിച്ചുകൊണ്ട് തൊട്ട് താഴെയുള്ളവർ മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു മനഃശാസ്ത്രം ഉണ്ടെന്നാണ് ഇതൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്ന ആൾക്കാർ പറയുന്നത്. അപ്പം ഈ അധികാര മനഃശാസ്ത്രം തന്നെയാണ് അതിനെ പറയുകയും ചെയ്യുന്നത്. ഇതിനകത്ത് ജനാധിപത്യത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ എന്നുള്ള സെൻസിലാണല്ലോ അത് പോണത്. അപ്പോൾ ഇത്രയും വലിയ ജനങ്ങളെ, ഇത്രയും വലിയ മാസ്സായിട്ടുള്ള ആൾക്കാരെ നിയന്ത്രിക്കാൻ പറ്റുക, കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന പോലെ തന്നെ ജനങ്ങളും മിനിസ്റ്ററും തമ്മിൽ ഇടയ്ക്ക് അതിന് ലിങ്കായിട്ട് വർക്ക് ചെയ്യേണ്ട ഉദ്യോഗസ്ഥരെ അവരുടെ മേലൊരു അധീശത്വം സ്ഥാപിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഈ പവർ ക്രേസിനെസ്സിനെ ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്, അങ്ങനെ ആൾക്കാരെ. അപ്പോൾ അങ്ങനെ 2-3 വട്ടം, അതായത് 5, 10, 15 വർഷമൊക്കെ ഇരുന്നിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമുക്കൊക്കെ അറിയണ പോലെ അധികാരം, പണം, പ്രശസ്തി, പദവികൾ ഇതെല്ലാം കൂടെ ചേർന്ന് നൽകണ പ്രിവിലേജ് ആൾക്കാര് എവിടെ ചെല്ലുമ്പോഴും ഒരു അതാ പറഞ്ഞത്, അവർക്ക് കിട്ടണ ഒരു അപ്പർ ഹാൻഡ്, അതൊക്കെ അതെല്ലാം സ്വാഭാവികമായിട്ട് ഇവർക്ക് ഒരു ഇതിൽ നിന്ന് ഇറങ്ങി പോരാനുള്ളൊരു മടി ഉണ്ടാക്കും. പിന്നെ അതിൻ്റെ കൂടെ ഇവരെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല വഴിയും അധികാരത്തിൽ ഇരിക്കുമ്പോഴാണെന്നാണ് ഇവരെ നല്ല ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല വഴി. കാര്യം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ സ്വത്വം വെളിപ്പെടുന്നത് പവറിലിരിക്കുമ്പം അയാൾ തൻ്റെ മുന്നിൽ വരുന്ന ഓരോ വ്യക്തിയോടും എങ്ങനെയാണ് ഇടപെടുന്നത്, എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് പറയുന്നത്. അതായത് അവരെ എങ്ങനെ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളത് അവരിലെ യഥാർത്ഥ മനുഷ്യനെ കാണിച്ചു തരാനുള്ള ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണെന്നൊക്കെയാണ് ഇതിന്റെ പിന്നിലെ മനഃശാസ്ത്രത്തിൽ പറയുന്നത്. ഇപ്പം എൻ്റെ നാട്ടില് മത്സര കോൺട്രവേഴ്സി ഉണ്ടായത് CC മുകുന്ദൻ CPI ആയിട്ട് അടഞ്ഞു. അതായത് അവിടെ ഗീതാ ഗോപിനെ നിർത്തുന്നതിനെ അടഞ്ഞു. ഉടനടി CC മുകുന്ദനെ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ആര്, കോൺഗ്രസും BJP-യും പൈസക്ക്, അതായത് വില പേശി ആ വ്യക്തിനെ സ്വന്തമാക്കാൻ എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നാട്ടിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടികയിലെ ജനങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ വളരെ വളരെ അടിപൊളിയായിട്ട് രാഷ്ട്രീയം പറയുന്ന, പ്രത്യേകിച്ച് രാഷ്ട്രീയവൽക്കരിക്കേണ്ട ആളുകളല്ല, തീരദേശ മേഖലയാണ്. പക്ഷെ അടിപൊളിയായിട്ട് എന്താ പറയാ രാഷ്ട്രീയം പറയുന്നു. ജനാധിപത്യ സംവിധാനത്തെ കുറിച്ച് പോലും ചിലപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും അറിയാം. ഒരു പ്രത്യേക തരം നാടാണ് നാട്ടിക. അവിടെ ഈ CC മുകുന്ദൻ മാഷിന്റെ മുഖംമൂടിയാണ്, നേരത്തെ പറഞ്ഞ പോലെ, ചേച്ചി പറഞ്ഞ പോലെ അവിടെ അഴിഞ്ഞു വീണത് CC മുകുന്ദന്റെ മുഖംമൂടിയാണ് അവിടെ അഴിഞ്ഞു വീണത്.
പിന്നെ ഇതിനകത്ത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട്, ഈ അധികാര മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ ഈ കാണുന്ന മീഡിയയിൽ, സോഷ്യൽ മീഡിയയിലും കാണുന്ന പകുതിയിലധികം സാധനങ്ങളും നമുക്ക് തന്നെ അറിയാം അതൊരു കറക്റ്റ് ആയിട്ടുള്ള ഫാക്റ്റ് അല്ല, ഡിസ്റ്റോർട്ടഡ് ആണ്, വളച്ചൊടിക്കുന്നുണ്ട്, പാതിവെന്ത വസ്തുതകൾ എന്നൊക്കെ പറയുന്നത് വളരെ ശരിയാണ്. ഇത് ഇപ്പോൾ ഉള്ള ജനങ്ങളെ ഇപ്പം തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുമ്പോൾ ഓരോ വോട്ടും അത്തരം പ്രാധാന്യമുള്ളതായതുകൊണ്ട് ഇത്തരം കളികൾ മുന്നോട്ട് വെച്ച് അതിലൂടെ ജനങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഈ അധികാരം നിലനിർത്താനുള്ള ഒരു മാധ്യമമായിട്ടാണ് അവർ ഇതിനെയൊക്കെ കാണുന്നത് എന്നും കൂടെ നമ്മളെ മാതിരിയുള്ള വോട്ടർമാരെ അറിഞ്ഞിരിക്കണം. അതനുസരിച്ച് നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനം നടത്തുന്നവർ പറയുന്നത്. ഇതൊക്കെ ഇപ്പോഴത്തെ ടൂളാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളൊരു ഭയങ്കര വലിയ പോയിന്റ് ആണെന്നാണ് പറയുന്നത്. അതും കൂടെ ഒക്കെ കൺസിഡർ ചെയ്ത് കാര്യങ്ങളെ കൃത്യമായിട്ട് അവലോകനം ചെയ്ത് വിശകലനം ചെയ്ത് നമുക്ക് നല്ല റെപ്രസെൻറ്റേറ്റീവ്സ്മാരെ തിരഞ്ഞെടുക്കാൻ പറ്റുമെന്നൊക്കെ നമുക്ക് പ്രത്യാശിക്കാം.